4 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2021 P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നൽകിയിട്ടുള്ളതിൻ്റെ അവരുടെ തന്നെ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ മാധ്യമപ്രവർത്തകർക്കും കാണാൻ സാധിക്കും. ഏതാണ്ട് 13 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വരുന്ന ആളുകൾ ഇൻ പേഷ്യൻസ് ആയിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അഭയം തേടിയിരുന്നപ്പോൾ ഈ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുകയും ഈ കമ്പനി സ്വകാര്യ മേഖലയിലെ ചെയിൻ ഓഫ് കിംസിൻ്റെയും ആസ്റ്ററിൻ്റെയും മുഴുവൻ സ്ഥാപനങ്ങളെയും വാങ്ങുകയും ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ആ രോഗികളുടെ അഡ്മിഷൻ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. 1.3 ലക്ഷം വരുന്ന മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നുവെങ്കിൽ ഈ കച്ചവടം നടന്നതിന് ശേഷം അത് 89,000 മേജർ സർജറികൾ മാത്രമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി 4 കോടി രൂപയോളം അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിക്കൊണ്ട് ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ കമ്പനിയെ കേരളത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സാധാരണക്കാരനോട് നീതി പുലർത്താതെ, ആരോഗ്യ മേഖലയോട് നീതി പുലർത്താതെ ഇത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം പാവപ്പെട്ടവനെതിരായി കേരളത്തിൻ്റെ മണ്ണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും അവസാനം ശ്രീമതി ഉഷ ജോസഫിനും ഈ ദുരിതക്കയത്തിൽ എത്തേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.